പിന്നെ മോഡിക്കൊരു പ്രശ്നമുണ്ട്. മോഡിക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ, സമരം ചെയ്താൽ രാജ്യവിരുദ്ധരാണ്, ദേശവിരുദ്ധർ. പിണറായി വിജയൻ എതിരായി പറഞ്ഞാൽ, ഗവൺമെന്റിനെതിരായി പറഞ്ഞാൽ വികസന വിരുദ്ധര. കുറച്ച് കഴിയുമ്പോൾ പറയും ദേശവിരുദ്ധരാന്ന് പറയും. കാരണം ചേട്ടൻ ബാവയും അനിയൻ ബാവയാണല്ലോ, ഒരുമിച്ചാണല്ലോ യാത്ര, ഒരു തോണിയിലാണല്ലോ യാത്ര, ഒരുമിച്ച്. എന്താ വിഴിഞ്ഞത്ത് പ്രതിപക്ഷ നേതാവിനെ വിളിക്കില്ല? കാര്യം എന്താ? സർക്കാരിന്റെ 4ാം വാർഷികത്തിന്റെ പരിപാടിയാണ് വിഴിഞ്ഞത്ത് നടക്കുന്നത്. ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയ വിഴിഞ്ഞം പോർട്ട് സർക്കാരിന്റെ 4ാം വാർഷികവും പ്രതിപക്ഷം ബഹിഷ്കരിച്ചെന്ന് വിളിക്കുന്നില്ല. ഓക്കെ, ഞാൻ ചോദിച്ചപ്പോ മോഡി വന്നത് ഈ സർക്കാരിന്റെ 4ാം വാർഷികം ആഘോഷിക്കാനാണ്. അത് ഞങ്ങൾക്ക് വിരോധമില്ല. CPM-ഉം BJP-യും കൂടി ആഘോഷിച്ചോ 4ാം വാർഷികം? രണ്ടുപേരും ഒരുമിച്ചല്ലേ യാത്ര, ഒരുമിച്ച് യാത്ര ചെയ്യാണിപ്പോ, ഒരുമിച്ച് കേരളത്തെ കുട്ടിച്ചോറാക്കി. ഇത്രയും പൈസ പാചക തൊഴിലാളിക്ക് സ്കൂളിലെ പാവപ്പെട്ട സ്ത്രീകളാണ്, അറിയാലോ, നിവൃത്തിയില്ലാത്ത പാവങ്ങൾ, അവർക്ക് കൂലി കൊടുക്കാൻ പൈസയില്ലാത്ത ഈ സർക്കാർ 100 ചില്ലാൻ കോടി മുതലാക്കി വാർഷികാഘോഷം നടത്തുകയാണ്. തുണിക്കെട്ടി സമ്മതിക്കണ്ടേ? എന്നിട്ട് ഒന്നും ചെയ്യാത്ത കേരളത്തെ മുടിപ്പിച്ച ഈ മുഖ്യമന്ത്രിയുടെ പടം വയ്ക്കാൻ, ഹോർഡിങ്സ് വയ്ക്കാൻ 15 കോടി. കണ്ടാമൃഗം തോറ്റു. മറ്റേ കാര്യത്തിൽ ധൈര്യം, മനുഷ്യന്റെ ഒരു ധൈര്യം. ഈ ആളുകളെ മുഴുവൻ പട്ടിണിക്കിട്ട് വിഷമിപ്പിച്ച് പെൻഷൻ കൊടുക്കാതെ, ആനുകൂല്യം കൊടുക്കാതെ, ക്ഷേമനിധികൾ 6 ക്ഷേമനിധികൾ തകർന്നു കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി. അങ്ങോട്ട് തൊഴിലാളികൾ കോൺട്രിബ്യൂഷൻ കൊടുത്ത ആ പൈസ പോലും തിരിച്ചു കൊടുക്കുന്നില്ല. വേൾഡ് ബാങ്ക് 144 കോടി കൊടുത്തൊരു പദ്ധതിക്ക് അത് അടിച്ചു മാറ്റി. അത് കാണാനില്ല ഇപ്പൊ എവിടെയാണ്. മുഴുവൻ ട്രഷറിയിൽ ഏത് പൈസ വന്നാലും അപ്പ കൊണ്ടുപോകും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് 3 ഗഡുവായിട്ടാണ് പൈസ കൊടുക്കുന്നത്. കഴിഞ്ഞ കൊല്ലം ആദ്യം ഓഗസ്റ്റിൽ കൊടുത്തു, ആദ്യത്തെ കൊടുത്തു, രണ്ടാമത്തേത് ഓഗസ്റ്റിൽ കൊടുക്കണം, ഡിസംബറിലാണ് കൊടുത്തത്. കൊടുത്തതിന്റെ പിറ്റേ ദിവസം എന്ത് ചെയ്യുന്ന വെച്ചാൽ ആ ട്രഷറി നിയന്ത്രണം ഏർപ്പെടുത്തി. സാധനം പോയില്ലേ, കിട്ടൂല പൈസ. 3ാമത്തെ ഗഡു കൊടുത്തു. എപ്പോഴാണെന്നറിയാമോ? മാർച്ച് 23-ന് തലേ ദിവസം ട്രഷറി അടച്ചു. അപ്പൊ ഞാൻ നിയമസഭയിൽ പറഞ്ഞു, ഇതിനാണ് അലഭ്യ ലഭ്യശ്രീ യോഗം എന്ന് പറയുന്നത്. പൈസ ഉണ്ട്, പക്ഷെ ചെലവാക്കാൻ പറ്റില്ല. ചിലരുടെ ജാതകത്തിൽ എഴുതി കാണും തുടക്കത്തിൽ തന്നെ രാജയോഗമാണ്. ഭയങ്കര സന്തോഷവും. രാജയോഗമല്ലേ, ഒരു 4 പേജ് കഴിയുമ്പോൾ എഴുതും അത് അനുഭവിക്കാനുള്ള യോഗമല്ലോ. അതുപോലെയാണ് പഞ്ചായത്തിന്റെയും മുനിസിപ്പാലിറ്റിയുടെയും കോർപ്പറേഷന്റെ സ്ഥിതി. കാശ് അനുവദിച്ചു, പഞ്ചായത്ത് ദിവസം ചാടി എണീറ്റ് മെമ്പർമാരോട് പൈസ വന്നു. അപ്പൊ നോക്കിയപ്പോ എന്താ, പൈസ വന്നതിന്റെ തലേ ദിവസം ട്രഷറി അടച്ചു. അല്ലേ? ഇതല്ലേ കേരളത്തിൽ നടക്കുന്നത്? ഇതാണോ ഭരണം? എന്നിട്ടിപ്പോ പറയാ ഹൈവേ കണ്ടില്ലേ? സഹകന്മാരൊക്കെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുക, ആരാടോ ഹൈവേ ഇന്ത്യ മുഴുവനുള്ളതാണ്. അതിന്റെ ഭാഗമായി കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയാണ്. UPA ഗവൺമെന്റ് ഇരുന്ന സമയത്ത് റെഡിയാണ് ഈ പൈസ തരാൻ. എന്താ ചെയ്യാറുള്ളത്? നമുക്ക് ഇത് ഭൂമി എടുത്തു കൊടുക്കാൻ പറ്റില്ല. അപ്പൊ UPA ഗവൺമെന്റ് റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആക്ട് കൊണ്ടു. എന്റെ മണ്ഡലത്തിൽ 2006-ൽ 23,000 രൂപ ഒരു സെന്റിന് കിട്ടിയ സ്ഥലത്ത് ഇപ്പൊ 10 ലക്ഷം രൂപ. സോണിയാഗാന്ധിയുടെ വാശിയിൽ കൊണ്ടുവന്ന റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആക്ട്. അത് ഭൂമി എടുക്കാൻ പറ്റിയത്. ഭൂമി എടുത്തപ്പോ കേന്ദ്ര ഗവൺമെന്റ് പൈസ തന്നു. അതിലെവിടെയാ പിണറായി? എന്നിട്ട് പറയാ അന്ന് സമരമായിരുന്നു ഇവരല്ല, നമ്മളെല്ലാം സമരം ചെയ്തിട്ടുണ്ട്, പണം കൂടുതൽ കൊടുക്കണം എന്ന് പറഞ്ഞു. ഞങ്ങൾ ഗ്യാസ് പൈപ്പ് ലൈൻ ഇട്ടു. മുഖ്യമന്ത്രി ഒരു ദിവസം പറയാ ഗ്യാസിന്റെ നമ്മൾ ഭരിക്കുമ്പോ, ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോ ഗ്യാസ് പൈപ്പ് ലൈൻ ഇടാൻ പോയപ്പോ ഇത് ഭൂമിക്കടിയിലെ ബോംബാണ്, ഇത് പൊട്ടിത്തെറിക്കും എന്ന് പറഞ്ഞ ആള് മന്ത്രിയായിട്ടിരിക്കുകയാണ്, വ്യവസായ മന്ത്രിയായിട്ട്. ആരുടെ മന്ത്രിസഭയിൽ? ഈ പിണറായി വിജയന്റെ മന്ത്രിസഭയിൽ. എന്നിട്ട് ഇപ്പൊ ഞങ്ങൾ വിഴിഞ്ഞം കൊണ്ടുവന്നു. അന്ന് കൊണ്ടുവന്നപ്പോ എന്താ പറഞ്ഞത്? 6000 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ്. പിന്നെന്താ? കടൽ കൊള്ള, മത്സ്യത്തൊഴിലാളികളുടെ കണ്ണീര് കടലില്. ഉമ്മൻചാണ്ടി കൊണ്ടുവന്നപ്പോ ആ ദേശാഭിമാനിയുടെ കവറാണ് അന്നത്തെ. 2025-ലെ കവർ പേജ് എന്താ? കടലിൽ വിപ്ലവം. മറ്റേ കടൽ കൊള്ള നടന്നത് ഇപ്പൊ കടലിലെ വിപ്ലവം. നാണം വേണ്ടേ? ഞാൻ നേരത്തെ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നില്ല. മറ്റേ മൃഗം എനിക്കെതിരായിട്ട് കേസ് കൊടുക്കും. മറ്റേ മൃഗേ ഞാൻ ഇനിയും പറഞ്ഞാൽ അത് എനിക്കെതിരായിട്ട് കേസ് കൊടുക്കും. ഇവരെ പറ്റി കമ്പയർ ചെയ്ത് പറഞ്ഞ, അതുകൊണ്ട് ഞാൻ ഇനി പറയത്തില്ല കമ്പയർ. പിന്നെ പറയാ രണ്ടാമത് വന്നു, മൂന്നാമത് നല്ല മുദ്രാവാക്യം. ഞാനത് പറഞ്ഞപ്പോ ഓർത്തത് 3ാമതും വരുന്നു. പിണറായി 3. ആളുകൾ തലേ കൈവച്ച് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ ഇനി വരാൻ പോകണമെന്ന് വിചാരിച്ചു. അപ്പൊ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. പണ്ട് ഇതുപോലൊരു മുദ്രാവാക്യം ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് 77
അന്നത്തെ മുദ്രാവാക്യം എന്തായിരുന്നു? തെരഞ്ഞെടുപ്പിന് മുമ്പ് 57-ൽ EMS, 67-ൽ EMS, 77-ലും EMS. ഭയങ്കര മുദ്രാവാക്യം, ഭയങ്കര പ്രകടനം, ഭയങ്കര ബഹളം. ഇതുപോലെ പിണറായി 3 പറഞ്ഞതുപോലെ 57-ൽ EMS, 67-ൽ EMS, 77-ലും EMS. തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പോ 140-ൽ 111 സീറ്റ് അന്നത്തെ ഐക്യജനാധിപത്യം റെക്കോർഡാണ്. ഇതുവരെ കിട്ടിയിട്ടില്ല അത്ര. EMS ആലത്തൂരിൽ കഷ്ടിച്ച് ജയിച്ചു. ആരായിട്ടാണ്? VS വിജയരാഘവൻ, ചെറുപ്പക്കാരാണെന്ന് നമ്മുടെ VS. അപ്പൊ EMS ജയിച്ചു കഴിഞ്ഞപ്പോ ഇടിക്കാൻ ഒരു വലിയ മാല തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ജയിച്ചല്ല, മൊത്തത്തിൽ തോറ്റെങ്കിലും ജയിച്ചല്ല EMS, ചെറിയ ഭൂരിപക്ഷത്തിൽ. അന്നത്തെ കാലത്ത് ആലത്തൂര് കമ്മ്യൂണിസ്റ്റ് കോട്ടയാണ്. മാല ഇടാൻ വന്നപ്പോ EMS പറഞ്ഞു, ഇത് എന്നെയല്ല നിങ്ങൾ ഇടിയിക്കേണ്ടത്, ആ വിജയരാഘവന് കൊണ്ട് ഇടാൻ പറഞ്ഞു. സത്യത്തിൽ അവനാണ് ജയിച്ചെന്ന്. അതായത് EMS. ആ ഗതികേട് ധർമ്മടത്ത് പിണറായി വിജയന് സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഞങ്ങൾ പറയുന്നു. 26-നെ കുറിച്ചാണ്. ഇനി നിങ്ങൾ പിണറായി 3 എന്ന് പറഞ്ഞാൽ അപ്പൊ മനസ്സിലോട്ടേക്കണം 57-ൽ EMS, 67-ൽ EMS, 77-ൽ EMS. പിന്നെ മറുപടി പറഞ്ഞാൽ മതി. താഴെ പറയല്ലേ ഇത്, അവിടെ പറഞ്ഞാൽ മതി. ഇത് ഈ സാധനം പറഞ്ഞാൽ മതി. അന്ന് നടന്നത് ഇപ്പൊ 2026-ൽ ആവർത്തിക്കാൻ പോവാണ്. 2026-ൽ ആവർത്തിക്കാൻ പോവാ. ആ പറഞ്ഞത് ഐക്യ ജനാധിപത്യ മുന്നണി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കൊടുങ്കാറ്റ് പോലെ തിരിച്ചുപോയി. ഈ അഴിമതിക്കാരുടെ ദുർഭരണക്കാരെ ഈ അധികാര കസേരയിൽ നിന്ന് ആട്ടിയോടിക്കാൻ കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾ തയ്യാറായിരിക്കുകയാണ്. അവരുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ പരിഹരിക്കും. ഞങ്ങൾ ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തുക മാത്രമല്ല ചെയ്യുന്നത്. കേരളത്തിലെ ധനസ്ഥിതി നിങ്ങൾ തകരാറിലാക്കിയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്നുള്ള ചോദ്യമുണ്ട്. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കേരളത്തിലെ സാമ്പത്തിക സ്ഥിതി ഞങ്ങൾ മെച്ചപ്പെടുത്തും. അതിനുള്ള പദ്ധതികൾ ഞങ്ങൾക്കുണ്ട്. കേരളത്തിലെ ആരോഗ്യരംഗം ഞങ്ങൾ വ്യത്യസ്തമാക്കും. വിദ്യാഭ്യാസ രംഗത്ത് ഞങ്ങൾ മാറ്റങ്ങൾ ഉണ്ടാക്കും. ഞങ്ങൾ മുഴുവൻ രംഗങ്ങളിലും സമഗ്രമായ മാറ്റമുണ്ടാക്കാനുള്ള വലിയ പദ്ധതികളുമായി ജനങ്ങളുടെ മുന്നിൽ അത് അവതരിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ വരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ അഴിമതിക്കാരെ ഞാൻ പറഞ്ഞല്ലോ, ആ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. എന്താ കാര്യം? മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയിലേക്ക് 2,70,00,000 രൂപ വന്നു. ഞങ്ങൾ ആരുമല്ല ആരോപണം ഉന്നയിച്ചു. അത് സർക്കാരിന്റെ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി, ഇൻകം ടാക്സ് ട്രൈബ്യൂണൽ, CMRL കമ്പനിയുടെ ഒരു ഇടപാട് നോക്കിയപ്പോൾ കണ്ടുപിടിച്ച SFIO അന്വേഷിക്കാൻ പറഞ്ഞു. സത്യത്തിൽ SFIO അല്ല അന്വേഷിക്കാൻ. കാരണം ഇത് മണി ലോണ്ടറിംഗ് ആണ്. കാരണം ഒരു സർവീസും ചെയ്തു കൊടുക്കാതെ മകളുടെ കമ്പനിക്ക് പൈസ കൊടുക്കും. ഈ കമ്പനി, ആ കമ്പനി പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു സർവീസും ചെയ്തു തരാതെ ആരെങ്കിലും ജയന്റിന്റെ അക്കൗണ്ടിലേക്ക് പൈസ അയക്കുക? ജയന്ത് ഒരു കാര്യം ചെയ്തു കൊടുക്കാതെ, അതാണിത്. ഒരു കാര്യം ചെയ്തു കൊടുക്കാതെ ആ അക്കൗണ്ടിലേക്ക് സ്നേഹം. 2,70,00,000 രൂപ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുമ്പോഴാണ് മകളുടെ കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് വന്നത്. മറുപടി പറഞ്ഞിട്ടില്ല ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. അതിനുത്തരം പറഞ്ഞേ മതിയാവും. അപ്പൊ അഴിമതിയാണ്. കിട്ടാവുന്ന തലങ്ങളിലെല്ലാം അഴിമതിയാണ്. ലൈറ്റിന്റെ കാര്യത്തിൽ അഴിമതിയാണ്, ഇല്ലേ? മുഴുവൻ കാര്യങ്ങളിൽ അഴിമതിയാണ്. സർക്കാർ ബുദ്ധിമുട്ടുമ്പോൾ, ജനങ്ങൾ ബുദ്ധിമുട്ടുമ്പോൾ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന ഗവൺമെന്റാണ്. പാലക്കാട് ബ്രൂവറി അഴിമതിയാണ്, തൊട്ടടുത്ത അഴിമതിയാണ്. കാരണം പോണ പോക്കിൽ കേരളത്തെ തകർത്ത് തരിപ്പണമാക്കി പോവുകയാണിവർ. അതുകൊണ്ട് ഈ ദുർഭരണത്തിനെതിരായി, അഴിമതി ഭരണത്തിനെതിരായിട്ടുള്ള നമ്മുടെ പോരാട്ടം, അതിൽ പങ്കാളികളായ നിങ്ങളെ മുഴുവൻ ഞാൻ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ കളക്ടറേറ്റ് മാർച്ച് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി.